BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുമ്പിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. അയ്യന്തോളിലെ വീടിന് മുമ്പിൽ ഇന്നലെ രാത്രി 10:45ഓടെയാണ് സ്ഫോടക വസ്തു പൊട്ടിയത്. ബൈക്കിലെത്തിയവരാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് സംശയിക്കുന്നത്. 4-അംഗ സംഘം ബൈക്കിലെത്തിയതായി പോലീസും സ്ഥിരീകരിക്കുന്നു. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ അയ്യന്തോളിലെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിൽ വ്യാപക പ്രതിഷേധം. രാത്രി 10:45ഓടെ കൂടിയാണ് ഉഗ്രശബ്ദമുള്ള സ്ഫോടനം ഉണ്ടായതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു പ്രവൃത്തി കൊണ്ട് ഞങ്ങളാരും പുറത്തിറങ്ങി പ്രവർത്തിക്കില്ലെന്ന് ആരും കരുതേണ്ടെന്നും പോലീസ് സംരക്ഷണം തന്നില്ലെങ്കിലും പ്രസ്ഥാനം തരുന്ന സംരക്ഷണ കവചം തന്നെയാണ് പ്രചോദനമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഓപ്പോസിറ്റുള്ള 2 വീട്ടുകാരും ഇത്രയും വലിയ ശബ്ദം കേട്ട് അവർ ഓടി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അടുക്കളയിലായിരുന്നു ആ സമയത്ത്. ഇതിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചത് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സമയത്ത് പോലീസ് അധികാരികൾ പറഞ്ഞത് ഞങ്ങൾ FIR ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നലെ സംഭവം ഇന്ന് ഇത്ര സമയമായിട്ടും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ധ്വനി. ഈ പോലീസിൻ്റെ സംരക്ഷണ കവചം നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കോ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്കോ നാളിതുവരെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ കിട്ടിയെന്നുള്ള ഒരു ധാരണയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി കൊണ്ടോ ഞങ്ങൾ ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും അത് കുറയുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ ഉണ്ടായ സംഭവത്തിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകണം. അന്വേഷണത്തിൽ പോലീസ് അലസത കാണിക്കാനാണ് പരിപാടിയെങ്കിൽ പാർട്ടി അതിനെ നേരിടുമെന്നും ഭീഷണികളെ BJP വകവയ്ക്കുന്നില്ലെന്നും A. നാഗേഷ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനെ കൃത്യമായി കണ്ടുപിടിക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം. വേറെ എന്തെങ്കിലും വിഷയം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് FIRഉം അന്വേഷണവും നടത്തുന്ന പോലീസ് അലസത കാണിക്കാനാണ് പരിപാടിയെങ്കിൽ അതിനെ നേരിടാൻ പാർട്ടി തയ്യാറാകും. മറ്റു തരത്തിലുള്ള ഭീഷണികൾ യാതൊരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി വിലവയ്ക്കുന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംരക്ഷണം നേതാക്കന്മാർക്ക് കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. പക്ഷേ ഈ സ്ഥലത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കാൻ ചില ശക്തികൾ പരിശ്രമിക്കുന്നുണ്ട്. ആ ശക്തികളെ പുറത്തു കൊണ്ടുവരാൻ പോലീസ് അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും.